വാർത്തകളുമായി ശ്രീനി ടൗൺ ന്യൂസ്. UDF RMDI ജനമുന്നേറ്റ യാത്ര സമാപിച്ചു. വടകര മുനിസിപ്പാലിറ്റി പരിധിയിൽ സംഘടിപ്പിച്ച ജനമുന്നേറ്റ യാത്ര കൊയിലാണ്ടി വളപ്പിൽ സമാപിച്ചു. സമാപന സമ്മേളനം ഷാഫി പറമ്പിൽ MP ഉദ്ഘാടനം ചെയ്തു. സാധാരണ ചെയർമാൻ പ്രസംഗിച്ചിട്ട് ഞാൻ പ്രസംഗിച്ചിട്ടുള്ളൂ. പക്ഷെ ഇന്ന് ഈ കോർ കമ്മിറ്റി യോഗം നടക്കുന്നതുകൊണ്ട് പിന്നെ പറ്റുകയാണെങ്കിൽ മാവേലി ഒന്ന് പിടിക്കാനുള്ള ശ്രമത്തിലാണ്. അതുകൊണ്ടാണ് ഇടയ്ക്കൊരു പെർമിഷൻ ചോദിച്ചു വാങ്ങിയിട്ട് പിന്നെ ഒന്ന് രണ്ട് വാക്ക് പറഞ്ഞിട്ട് ഓടി പോവാന്ന്. ഞാൻ ഒരു കാര്യം തുറന്ന് പറയാൻ ആഗ്രഹിക്കും. ഈ നാട് രക്ഷപ്പെടണമെങ്കിൽ ഇത്തവണ ഇവിടെ ഒരു മാറ്റം ഉണ്ടായേ തീരൂ എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഒരു കാര്യം കൂടി ഞാൻ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. ആ മാറ്റം വരുത്താൻ ഇപ്പോഴുള്ള ഭരണത്തെ ഇവിടെ മാറ്റാൻ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ അത് ഐക്യ ജനാധിപത്യ മുന്നണിക്കാണ് എന്നുള്ളത് നമ്മുടെ നാട്ടിലെല്ലാവർക്കും അറിയാം. ഇത്രയും വർഷം തുടർച്ചയായി ഭരിച്ചിട്ട്, ഇത്രയും വർഷം എന്ന് പറഞ്ഞാൽ പോലെ ഏതാണ്ട് ആൾക്കാർ പറയുന്ന അരനൂറ്റാണ്ട് കാലമായെന്നാണ്. അരനൂറ്റാണ്ട് കഴിഞ്ഞു. നിങ്ങൾക്ക് എത്ര വയസ്സുള്ളൂ? ഞാൻ വന്ന ഉടനെ എനിക്കിപ്പോ ഇവിടെ അങ്ങനെ പരിചയമൊന്നുമില്ല. എന്നെ ഇവരെല്ലാരും കൂടെ പെട്ടെന്ന് ഇവിടെ കൊണ്ടുവന്നു. നിങ്ങളെല്ലാരും കൂടെ പിന്നെ പാർലമെന്റിലേക്ക് അയച്ചു. ഞാൻ ഇവിടെ വന്നിട്ട് വണ്ടി ഇങ്ങനെ റൈറ്റിലേക്ക് തിരിഞ്ഞ് ബസ് സ്റ്റാൻഡിന്റെ അവിടെ MRI കഴിഞ്ഞ് റൈറ്റിലേക്ക് തിരിഞ്ഞ് ഇതെന്താ കെട്ടിടം എന്ന് ചോദിച്ചു. അത് മോളാണെന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് ലീവാണ്, അതിന് സ്ഥിരം ലീവാണ് എന്നുള്ളതാണ് ആളുകൾ പറയുന്നത്. എന്ന് വെച്ചാൽ ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞ ഏതാണ്ട് 10-15 വർഷക്കാലമായിട്ട് ഹോളിഡേ മോള് അത് അങ്ങനെ ഹോളിഡേ ആയിട്ട് തന്നെ നിൽക്കുക. എന്റെ സഹിച്ചേട്ട ഇത്തവണ ഈ ഭരണത്തിനൊരു ഹോളിഡേ കൊടുക്കാൻ സമയമായി എന്നുള്ളത് നാട്ടിലെ ജനങ്ങൾ, ഇത് നമ്മൾ മാത്രം പറയുന്നൊന്നുമല്ല. വരുമ്പോ നമ്മളിങ്ങനെ പറയാന്നുള്ള എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് മാത്രം പറയുന്നതല്ല. നിങ്ങളൊരു CPM-ലെ സാധാരണ ആൾക്കാരോട് ചോദിച്ചോ, അവരുടെ പാർട്ടിക്കകത്ത് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല നിങ്ങൾക്ക് പറയാൻ പറ്റും? ഫൈസൽ മാഷി ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. പ്രൈവറ്റ അവരുടെ പാർട്ടിക്കകത്ത് തന്നെ ഈ കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അവര് പോലും പറയുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്താ വിജിലൻസ് വന്നിട്ട് അവിടുന്ന് എത്ര ആളെ അറസ്റ്റ് ചെയ്ത് തിരിച്ചിവിടെ എന്തോ ചെയ്തല്ലോ പ്രൊഫസറെ. ഭരണത്തിലായിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ ഉൾപ്പെടെ രാജിവെക്കണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്തെല്ലാം ബഹളം നടന്നു. നാട്ടിൽ എന്ത് നടന്നാലും അതിന്റെ ഒരു ഉത്തരവാദിത്വം. അപ്പൊ പേരാമ്പ്രയിൽ MP ആൾക്കാരെയും കൂട്ടി വന്ന് ബോംബ് എറിഞ്ഞെന്നാ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതിന്റെ ഇടയ്ക്കൊരു കാര്യം ആലോചിക്കുക. മറ്റേ പാനൂര് കഴിഞ്ഞ ഇലക്ഷന്റെ സമയത്ത് പാനൂരിൽ ഒരാൾ ബോംബ് പൊട്ടി മരിച്ചായിരുന്നു. ബോംബ് പൊട്ടി മരിച്ചു. എക്കോ ഇത് ക്ലബല്ലേ, ഇവിടെ വിൽപ്പനയില്ല. എന്താ പലചരക്കാരുടെ സീമാർട്ടിൽ 3 ബോംബ് ചോദിച്ചാൽ കിട്ടൂലല്ലോ. അത് നാട്ടിൽ കുടിൽ വ്യവസായം ഒന്നുമില്ലല്ലോ, ബോംബ് വിൽക്കുന്നൊന്നുമില്ലല്ലോ നാട്ടില്. എന്താ ശ്രീനേട്ട് അങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്ന എടുക്കുന്നില്ലേ? ഇത് കുടിൽ വ്യവസായം ഒന്നുമല്ലല്ലോ നാട്ടിൽ. ബോംബ് ഉണ്ടാക്കുന്ന എന്തിനാ? ആളുകളെ അപായപ്പെടുത്താൻ, ആളുകൾക്കെതിരെ എറിയാൻ. ബോംബിന്റെ സൗണ്ടിന്റെ ആളുടെ വേണം എന്നുള്ളത് നമുക്ക് അത്യാവശ്യമാണ്. അപ്പോ ഈ പറയുന്ന സംഭവം ഉണ്ടാക്കുന്നത് ആളുകളെ ഒരു തരത്തിലും സഹായിക്കാനല്ല. അതുകൊണ്ട് പോസിറ്റീവായിട്ട് ഒരു ഉപയോഗവും ഇല്ല. അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ഒരാൾ മരിച്ചപ്പോ അത് വാർത്തയായി. ബോംബ് നിർമ്മാണത്തിനിടക്ക് അത് പൊട്ടിത്തെറിച്ചിട്ട് ഒരാൾ മരിച്ചു എന്നുള്ളത് വാർത്തയായി. നിരവധി പേർക്ക് പരിക്കുന്നുള്ളത് വാർത്തയായി. മാധ്യമ പ്രവർത്തകർക്ക് അവിടെ പ്രവേശനമില്ല. രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ, പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ, ഞാൻ തിരിച്ചില് കുറച്ചോളങ്ങൾ അത് കുറച്ചാണ്, രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആളുകൾക്ക് അവിടെ പ്രവേശനമില്ല. അവിടെ ഒക്കെ തടഞ്ഞു വെച്ച് പാർട്ടി ഗ്രാമം പോലെ സംരക്ഷിച്ചു. എന്നിട്ട് പറഞ്ഞു പാർട്ടിക്ക് യാതൊരു പങ്കുമില്ല എന്നുള്ളത്. പാർട്ടിക്ക് യാതൊരു പങ്കുമില്ല എന്നുകൂടെ പറഞ്ഞ ശേഷം ഇപ്പതാ മിനിഞ്ഞാന്ന് അവിടെ ഒരു പരിപാടി നടന്നു. മിനിഞ്ഞാന്ന് പ്രൊഫസർ അവിടെ ഒരു പരിപാടി നടന്നപ്പോ അത് പാർട്ടിയുടെ ധീര രക്തസാക്ഷിയായി അതിന്റെ ഫ്ലക്സും ബോർഡും വെച്ചു. ബോംബ് നിർമ്മാണത്തിനിടയ്ക്ക് ഇവിടുത്തെ സാധാരണ CPM പ്രവർത്തകർ ഉൾപ്പെടെ ആലോചിക്കേണ്ട ഒരു കാര്യം, നിങ്ങളെ ഉൾപ്പെടെ ഈ സംവിധാനം എങ്ങനെ പറഞ്ഞു പറ്റിക്കുന്നു എന്നുള്ളത്. കാരണം ഇത് ഒരു വലിയ ഫൈറ്റാണ്. ഇതൊരു രാഷ്ട്രീയ വിജയത്തിന് വേണ്ടി മാത്രം നടത്തുന്ന ഒരു ഫൈറ്റ് അല്ല. ഇത് ഒരു നാടിന്റെ ഭാവിയെ തിരുത്തി എഴുതാൻ വേണ്ടി നടത്തുന്ന ഫൈറ്റാണ്. ഒരു മുനിസിപ്പൽ ചെയർമാൻ കൂടെ അധികം കിട്ടിയാലോ കിട്ടിയില്ലെങ്കിലോ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള തർക്കമല്ല. പക്ഷേ വടകരയുടെ ഭാവിയെ സംബന്ധിച്ച് ഒരു പുതിയ കാഴ്ചപ്പാടിന് വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ്. ആ പരിശ്രമത്തിൽ നിങ്ങൾ കൂടെ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ ജാഥ ഉജ്ജ്വലമാക്കിയാണ്. പിന്നെ ഈ ഭരണത്തെ മാറ്റാൻ ആർക്കാണ് സാധിക്കുക എന്നുള്ളത് ഒരു ചോദ്യം കൂടി.
അതിന്റെ ഉത്തരവാണ് ഞാൻ പറഞ്ഞത്. ഈ ഭരണത്തെ മാറ്റാൻ സാധിക്കുന്നത് ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളത് അത് നിങ്ങളുടെ ഉള്ളിലുണ്ടാവുള്ളൂ. ഞാൻ ഗ്രൗണ്ടിന്റെ കാര്യം വെറുതെ പറഞ്ഞത് ഭയങ്കര താല്പര്യം. പ്രധാനപ്പെട്ട കാര്യം കുറെ കടമുറിയും ഗാലറി എന്നതിനേക്കാൾ എല്ലാം അപ്പുറത്ത് കളിസ്ഥലമാണ് സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യം സ്ഥലം വരട്ടെ. ഞാൻ സന്തോഷത്തോടെ പറയുന്നു, ജനങ്ങൾ നൽകിയ അവസരം കൊണ്ട്, ജനങ്ങളുടെ പണം കൊണ്ട് പാലക്കാട്ടേക്ക് ഒരു സിന്തറ്റിക് ട്രാക്ക് കൊണ്ടുവന്ന MLA ആയിരുന്നു എന്നുള്ളത് അവിടെ പ്രവർത്തിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട അച്ചീവ്മെന്റ് ആയിട്ട്. അവിടെ MLA ഫണ്ടിൽ നിന്ന് നമ്മൾ ഒരു ഫുട്ബോൾ കോർട്ട് MLA ഫണ്ടിൽ നിന്ന് ഏതാണ്ട് 2.5 കോടി രൂപ ചെലവഴിച്ച് MLA ഫണ്ട് അതും ചെയ്തിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയാം, അതൊക്കെ നമുക്ക് ചെയ്യാം. നമുക്കൊരു മുനിസിപ്പാലിറ്റിക്ക് അതിന്റെ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം കൂടി ഉണ്ടായ ഇതിന്റെ ഒരു സ്പോർട്സ് ഹബ്ബാക്കി നമുക്ക് നല്ല മത്സരങ്ങൾ. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചേക്കും, എത്രയോ ഇവിടെ ക്ലബ്ബുകൾ കിടക്കും. ഒരു മുനിസിപ്പാലിറ്റി തന്നെ നേരിട്ട് വടകരയുടെ ഒരു പ്രീമിയർ ലീഗ് നടത്തി എങ്ങനെ ഉണ്ടാവും? നന്നാവൂലേ? നന്നാവൂല്ലേ? നന്നാവും. വടകരക്ക് ഒരു ഫുട്ബോൾ ലീഗ് മുനിസിപ്പാലിറ്റിയുടെ കൂടെ ഇനീഷ്യേറ്റീവോട് കൂടെ നടന്നാൽ എങ്ങനെ ഉണ്ടാവും? നമ്മുടെ കുട്ടികളെ കഴിവുള്ളവരെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു ഇനിഷ്യേറ്റീവ്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ എക്കോലെ ചെറുപ്പക്കാരോട് പറയുന്നത്, കുറെ കാര്യങ്ങൾ സ്പോർട്സിന്റെ ആൾക്കാരോട് പറയുന്നത്. ചെറുപ്പക്കാർ കൈയൊക്കെ തരുന്നത് നിങ്ങൾ മറ്റേ കുത്തുന്ന കാര്യം കൂടെ ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ ചെയ്ത് നോക്കാം, നമുക്ക് ശ്രമം നടത്തി നോക്കാം. ശ്രമത്തിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ജനം ഒരു അവസരം തന്നാൽ വടകരയുടെ ഭാവിക്ക് അത് നിർണായകമായ ഒരു അവസരമായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും അനുമതിയോടെ ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിക്കുന്നു. ഈ 2-3 ദിവസത്തെ യാത്ര ഉജ്ജ്വലമാക്കിയ വടകരയിലെ UDF അതിന് പിന്തുണച്ച വടകരയിലെ ജനങ്ങൾക്ക്, ജനപ്രതിനിധികൾക്ക്, എല്ലാവർക്കും, നേതൃത്വത്തിന് എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് അടുത്തതായി പ്രസംഗിക്കാം ബഹുമാനും പ്രിയങ്കരനുമായ ശ്രീ പാറക്കൽ അബ്ദുള്ള അവരുകളെ നിങ്ങളുടെ എല്ലാവരുടെയും പേര്